ഈ സ്പോണ്ടേനിയസ് ഇറക്ഷൻ അതൊരു വലിയ പ്രശ്നമാണോ? അതില്ലാത്തത് പലരും വരാറുണ്ട്. ഡോക്ടറെ, പണ്ടൊക്കെ നേരം വെളുക്കുമ്പോൾ എനിക്ക് നല്ല ഉദ്ധാരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഒരിക്കൽ പോലും വെളുപ്പിനെ ഉദ്ധാരണം ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കാര്യമായ എന്തോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ധാരാളം പേര് പറയാറുണ്ട്. ചില വ്യക്തികൾ ചിലപ്പോൾ വരുന്നത് 40, 45, 50 വയസ്സിലായിരിക്കും. ഡോക്ടറെ, പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊന്തി വന്നിരുന്നു, ഇപ്പോൾ അത് വരുന്നില്ല. ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ഇറക്ഷൻ രാവിലെ ഇല്ലാത്തതിന് ചികിത്സ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുക. പലരും ചോദിക്കും, പല ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദിക്കും, വെളുപ്പിനെ ഉദ്ധാരണം ഉണ്ടോ? ഉദ്ധാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഒരു പരിധിവരെ അത് ശരിയാണ്, പക്ഷേ എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല. ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയം ഒരു കൗമാരകാലം തൊട്ടുള്ള ഒരു 30 വയസ്സിൽ താഴെയുള്ള സമയത്ത് സ്പോണ്ടേനിയസ് ഇറക്ഷൻ, വെളുപ്പിനെ ഉള്ള ഉദ്ധാരണത്തിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. 30 വയസ്സിന് ശേഷം ആ ഫ്രീക്വൻസി ഓഫ് സ്പോണ്ടേനിയസ് ഇറക്ഷൻ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഇറക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു തോത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ക്രമേണ കുറഞ്ഞു വരും. ഒരു 40 വയസ്സിലും 50 വയസ്സിലും ഒക്കെ ഈ സ്പോണ്ടേനിയസ് ഇറക്ഷൻ ഉണ്ടാവുന്നത് വളരെ വിരളമായിട്ടായിരിക്കും. അത് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഉദ്ധാരണക്കുറവുണ്ട് എന്നുള്ള നിഗമനത്തിന് എത്തിച്ചേരേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് വരുന്ന ചില ശാരീരിക മാറ്റങ്ങളാണ്. അതിനൊട്ട് ചികിത്സയും ആവശ്യമില്ല. ചികിത്സ ആവശ്യമുള്ള എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു നോർമലായിട്ടുള്ള തൃപ്തികരമായ ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതിനൊക്കെ ഉദ്ധാരണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിച്ച ഉദ്ധാരണം ആ ബന്ധം പൂർത്തീകരിക്കുന്നതുവരെ നിലനിൽക്കുന്നില്ല, അങ്ങനെ ഒരു ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ചികിത്സ തേടേണ്ടത്. അല്ലാതെ എനിക്ക് ഒരാഴ്ചയായിട്ട് വെളുപ്പിനെ ഉദ്ധരിക്കുന്നില്ല അതുകൊണ്ട് ചികിത്സ വേണം എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കഴിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.